നമ്മൾ എന്തെടുത്തു? നമ്മൾ മനസ്സിലാക്കിയ എന്താണ്? പെർമ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ ഒരു സെറ്റ് എയിൽ നിന്ന് ആ സെറ്റിലേക്ക് തന്നെയുള്ള ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷനെയാണ് പെർമ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ 1 2 എന്ന സെറ്റ് എടുത്തു. 1 2 എന്ന സെറ്റിൽ നിന്ന് 1 2 എന്ന സെറ്റിലേക്കുള്ള എല്ലാ പെർമ്യൂട്ടേഷൻസും എഴുതി. അവിടെ 2 ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു 2 പെർമ്യൂട്ടേഷൻസ് ഉണ്ട്. ആ പെർമ്യൂട്ടേഷൻസിന്റെ കളക്ഷനെ S2 എന്ന് വിളിച്ചു. പെർമ്യൂട്ടേഷൻ മൾട്ടിപ്ലിക്കേഷൻ എന്ന ഓപ്പറേഷനിൽ ഗ്രൂപ്പ് ആണെന്ന് പ്രൂവ് ചെയ്തു. അടുത്ത് 1 2 3 എന്നൊരു സെറ്റ് എടുത്തു. 1 2 3 എന്ന സെറ്റിലെ നിന്നും 1 2 3 എന്ന സെറ്റിലേക്കുള്ള പെർമ്യൂട്ടേഷൻസ് എല്ലാം ഡിഫൈൻ ചെയ്തു. അവിടെ 3 ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു 6 പെർമ്യൂട്ടേഷൻസ് ഉണ്ടായിരുന്നു. ഈ പെർമ്യൂട്ടേഷൻസിന്റെ കളക്ഷനെ S3 എന്ന് വിളിച്ചു. S3 പെർമ്യൂട്ടേഷൻ മൾട്ടിപ്ലിക്കേഷനിൽ ഗ്രൂപ്പ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അടുത്ത് 1 2 3 4 എന്നൊരു സെറ്റ് എടുത്തു. 1 2 3 4 എന്ന സെറ്റിൽ നിന്ന് 1 2 3 4 എന്ന സെറ്റിലേക്കുള്ള എല്ലാ പെർമ്യൂട്ടേഷൻസും നമുക്ക് നോക്കാൻ പറ്റും. ചെയ്തില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നോക്കാൻ പറ്റും. അവിടെ എത്ര പെർമ്യൂട്ടേഷൻ ഉണ്ടാവും? 4 ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു 24 പെർമ്യൂട്ടേഷൻസ് ഉണ്ടാവും. എലമെന്റ്സുകളുടെ എണ്ണം കൂടിയതുകൊണ്ടാണ്. അപ്പൊ S4 ൽ 24 എലമെന്റ്സ് ഉണ്ടാവും. ഈ 24 എലമെന്റ്സ് ഉള്ള S4 എന്ന സെറ്റും പെർമ്യൂട്ടേഷൻ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ പെർമ്യൂട്ടേഷൻ കോമ്പോസിഷൻ എന്ന ഓപ്പറേഷനിലെ ഗ്രൂപ്പാണ്. നമ്മളിവിടെ S4 ചെയ്യുന്നതിന് പകരമൊന്നും ആവില്ല. എന്നാൽ S4ന്റെ ഒരു സബ് ഗ്രൂപ്പ് ആയിട്ടുള്ള D4 ആണ് നമ്മൾ ചെയ്തത്, അല്ലെ? S4ന്റെ സബ് ഗ്രൂപ്പ് ആയിട്ടുള്ള D4 നമ്മൾ അവിടെ എടുത്ത് ചെയ്യും. S4 ചെയ്യുന്നതിന് പകരമല്ല. S4 ചെയ്യാൻ ഇവിടെ എലമെന്റ്സുകളുടെ എണ്ണം കൂടുതലായതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. 24 എലമെന്റ്സ് ഒക്കെ വന്നിട്ട് മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ ഇത്രയും മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ വരില്ലേ? അപ്പോ ആ ടേബിളൊക്കെ എടുക്കാൻ പ്രയാസമായതുകൊണ്ടാണ് നമ്മൾ അത് S4നെ പറ്റി ചിന്തിക്കാത്തത്. അങ്ങനെ ആരും എക്സാമിന് മുകളിലെ കാര്യമായിട്ടൊന്നും S4നെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യാൻ പറയില്ലെങ്കിൽ S4ന്റെ പ്രോപ്പർട്ടീസ് ചോദിക്കും, അത് നമ്മൾ പിന്നെ പഠിക്കും. S4ലെ ഒരു സബ് ഗ്രൂപ്പാണ് D4. D4ലെ എന്താ? D4ൽ 8 എലമെന്റ്സ് ഉണ്ടെന്ന് കണ്ടു. അത് നമ്മൾ D4 എന്ന് നേരത്തെ കണ്ടതാണ്, വളരെ ഭംഗിയായിട്ട് കണ്ടതാണ്. നിങ്ങൾ ഇനിയിപ്പോ എക്സാമിന് ചോദിക്കുമ്പോൾ ഇവിടത്തെ D4 എഴുതിയില്ല, അവിടത്തെ D4 എഴുതിയാലും മതി. അത് രണ്ടും ഒന്ന് തന്നെയാണ്. ഇവിടെ പറഞ്ഞ D4ഉം അവിടെ പറഞ്ഞ D4ഉം ഒന്ന് തന്നെയാണ്. എലമെന്റ്സിന്റെ പേരുകൾ എഴുതുന്നതിൽ മാത്രമേ വ്യത്യാസം വന്നുള്ളൂ, അല്ലെ? ഇവിടെ പെർമ്യൂട്ടേഷൻ ആയിട്ട് എഴുതി, അവിടെ ഓരോരോ ഫംഗ്ഷൻസ് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. രണ്ടും ഒന്നാണല്ലോ. പെർമ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ ഫംഗ്ഷൻ ആണല്ലോ. അവിടെ പറഞ്ഞ ആദ്യത്തെ മോഡ്യൂളിൽ പറഞ്ഞ D4ഉം ഇവിടെ പറഞ്ഞ D4ഉം ഒന്ന് തന്നെയാണ്. ഇവിടെ പറഞ്ഞ പെർമ്യൂട്ടേഷന്റെ ഒരു ലെവലിൽ എത്തിക്കാൻ വേണ്ടി 1 2 3 4 എന്ന് വെച്ച് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത് അംഗീകരിക്കാൻ പറ്റാത്തവർക്ക് മറ്റത് മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിൽ രണ്ടും ഉൾക്കൊണ്ടാലും കുഴപ്പമില്ല. അപ്പൊ ഇവിടെ പെർമ്യൂട്ടേഷൻ നമുക്ക് കാണാൻ പറ്റിയില്ല. ശരി, D4 നമ്മൾ അപ്പോൾ ഇവിടെ ജനറൽ ആയിട്ട് പറഞ്ഞു വരുന്നത്, നമുക്ക് ഇവിടെ പറഞ്ഞു വരേണ്ട ഒരു കാര്യം ഇതാണ്. 1 2 3 എക്സെട്ര n എന്ന സെറ്റിൽ n ഫാക്ടോറിയൽ പെർമ്യൂട്ടേഷൻസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഈ n ഫാക്ടോറിയൽ പെർമ്യൂട്ടേഷൻസിന്റെ കളക്ഷനെ നമ്മൾ Sn കൊണ്ട് ഡിനോട്ട് ചെയ്യും. 1 2 3 എക്സെട്ര n എന്ന സെറ്റിൽ എനിക്ക് n ഫാക്ടോറിയൽ പെർമ്യൂട്ടേഷൻസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഈ n ഫാക്ടോറിയൽ പെർമ്യൂട്ടേഷൻസിന്റെ കളക്ഷനെ Sn എന്ന് ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഈ Sn ഒരു ഗ്രൂപ്പ് ആയിരിക്കും. ഏത് ഓപ്പറേഷനിലാ? Sn is a group under permutation composition. Sn is a group under permutation composition and this group is called symmetric group of degree n. Sn is a group, അല്ലെ? അതെ, അപ്പൊ നമ്മൾ ഈ സെക്ഷൻ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. Sn is the collection of all permutations of the set 1 2 3 etc. n, അല്ലെ? Snലെ n ഫാക്ടോറിയൽ എലമെന്റ്സ് ഉണ്ട്, n ഫാക്ടോറിയൽ പെർമ്യൂട്ടേഷൻസ് ഉണ്ട് Snലെ. ഇത് പെർമ്യൂട്ടേഷൻ കോമ്പോസിഷൻ എന്ന ഓപ്പറേഷനിൽ Sn ഒരു ഗ്രൂപ്പ് ആയിരിക്കും, ഒരു നോൺ അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കും. Sn is a നോൺ അബീലിയൻ ഗ്രൂപ്പ് ആണ്. S3 നോൺ അബീലിയൻ ആണ്, S2 അബീലിയൻ ആണ്. S2 വിട്ടേക്ക്, S2 നമ്മളെ ചിത്രത്തിലൊന്നുമില്ല, ആരും പറയൂല, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. S3 നോൺ അബീലിയൻ ആണ്. S3 is a non abelian, S4 is a non abelian group, etc. General Sn is a non abelian group under permutation composition and this group is called symmetric group of degree n. This group is called symmetric group of degree n. This group is called symmetric group of degree n. പിന്നെ നമ്മൾ സൈക്കിൾ പഠിച്ചല്ലേ?
എന്താണ് സൈക്കിൾ എന്നത്? ഒരു സൈക്കിൾ, ഒരു പെർമ്യൂട്ടേഷനെ സൈക്കിൾ ആയിട്ട് നോട്ട് ചെയ്യുന്നത് എങ്ങനെ? ഏതുണ്ടല്ലേ 1 2 3 4 5 6 7 ഇവിടെ 2 3 4 5 6 7 1 കണ്ടില്ലേ? ഇതൊരു സിഗ്മ എന്ന പെർമ്യൂട്ടേഷൻ ആണെങ്കിൽ എനിക്ക് ഈ സിഗ്മ എന്ന പെർമ്യൂട്ടേഷനെ ഇവിടെ കണ്ടില്ലേ ഇത്രയും സമയം എടുത്ത് എഴുതുന്നതിന് പകരം എളുപ്പത്തിന് ഇങ്ങനെ എഴുതാം. സിഗ്മ ഇസ് ഈക്വൽ ടു, ഈ സിഗ്മ ക്യാൻ ബി റിട്ടൺ ആസ് 1ന്റെ ഇമേജ് 2 ആണ്, 2ന്റെ ഇമേജ് 3 ആണ്, 3ന്റെ ഇമേജ് 4 ആണ്, 4ന്റെ ഇമേജ് 5 ആണ്, 5ന്റെ ഇമേജ് 6 ആണ്, 6ന്റെ ഇമേജ് 7 ആണ്. ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോ ഇവിടെ ഒരു mu എന്നൊരു പെർമ്യൂട്ടേഷൻ ഇങ്ങനെ ഇരിക്കണം എന്ന് വിചാരിക്കുക. 1 2 3 4 5 6 7 8 ഇവിടെ 1ന്റെ 8 ആണ്, 8ന്റെ 3 ആണ്, 3ന്റെ 4 ആണ്, 4ന്റെ 5 ആണ്, 5ന്റെ 7 ആണ്, 7ന്റെ 6 ആണ്, 6ന്റേത് 1 ആണ്. ഓക്കെ, ഈ പെർമ്യൂട്ടേഷൻ ഇങ്ങനെ എഴുതാൻ പറ്റും. mu എന്ന പെർമ്യൂട്ടേഷൻ കണ്ടില്ലേ? 1 8ലോട്ട് പോകുന്നു, 8 3ലോട്ട് പോകുന്നു, 3 4ലോട്ട് പോകുന്നു, 4 5ലോട്ട് പോകുന്നു, 5 7ലോട്ട് പോകുന്നു, 7 6ലോട്ട് പോകുന്നു, 6 1ലോട്ട് പോകുന്നു. അപ്പോൾ ഈ പെർമ്യൂട്ടേഷൻ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 1 8 3 4 5 7 6 അല്ലേ? ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ ഒരു പെർമ്യൂട്ടേഷനെ ഇത്രയും 2 ലൈനൊക്കെ എഴുതി അല്ലെ, 2 ലൈനൊക്കെ എഴുതുന്നതിന് പകരം എളുപ്പത്തിൽ ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? എന്താ? ഒരു സൈക്കിൾ ആയിട്ട് എഴുതുന്നതാണ് സൈക്ലിക് എന്ന് പറയുന്നത്. എന്താ സൈക്കിൾ? സൈക്കിളിന്റെ ഡെഫിനിഷൻ ഒക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. സൈക്ലിക് നൊട്ടേഷൻ ഓഫ് എ പെർമ്യൂട്ടേഷൻ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ തിയറം പഠിച്ചല്ലോ. ഇന്നലെ പഠിച്ച തിയറം എന്താണ്? കഴിഞ്ഞ ദിവസം പഠിച്ച തിയറം എന്താണ്? Every permutation of a finite set can be written as a cycle or as a product of disjoint cycles. Every permutation, ഇന്നലെ പറഞ്ഞ തിയറം വളരെ പ്രധാനപ്പെട്ടാണ്. Every permutation of a finite set can be written as a cycle or as a product of disjoint cycle. ഏത് പെർമ്യൂട്ടേഷൻ സിഗ്മ എടുത്താൽ, ഇപ്പൊ ഇത് സിഗ്മ എന്നൊരു പെർമ്യൂട്ടേഷൻ, സിഗ്മ എന്നൊരു പെർമ്യൂട്ടേഷൻ, ഈ സിഗ്മ എന്ന പെർമ്യൂട്ടേഷൻ ഇങ്ങനെ ഇരിക്കുന്നത് വിചാരിക്കാം. 1 2 4 ഓക്കെ, സിഗ്മ ഓക്കെ. ഇവിടെ 1 ഫിക്സഡ് ആണ്, 1 1ലേക്ക് മാത്രം. 2 ഫിക്സഡ് ആണ്, 2 2ലേക്ക് മാത്രം. 3 അങ്ങോട്ട് പോകുന്നു, 3 9ലേക്ക് പോകുന്നു, 9 അങ്ങോട്ട് പോകുന്നു, 6ലോട്ട് പോകുന്നു, 6 വീണ്ടും 3ലോട്ട് പോകുന്നു. അപ്പോൾ അവിടെ അവസാനിപ്പിച്ചു. അടുത്ത് 4 ഫിക്സഡ് ആണ്, 5 7ലോട്ട് പോകുന്നു, 7 8ലോട്ട് പോകുന്നു, 8 5ലോട്ട് പോകുന്നു. ഇത് കണ്ടില്ലേ? ഈ പെർമ്യൂട്ടേഷൻ സിഗ്മനെ ഇതൊരു സൈക്കിൾ ആണ്, സൈക്കിൾ ഓഫ് ലെങ്ത് 1 ആണ്. ഇത് സൈക്കിൾ ഓഫ് ലെങ്ത് 1 ആണ് അല്ലെ? ഇത് സൈക്കിൾ ഓഫ് ലെങ്ത് 3 ആണ്. ഇത് സൈക്കിൾ ഓഫ് ലെങ്ത് 1 ആണ്. ഇത് സൈക്കിൾ ഓഫ് ലെങ്ത് 3 ആണ്. സാധാരണ ചില കേസുകളിലൊക്കെ നമുക്ക് കുറച്ചുകൂടി കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇതിന് ഇങ്ങനെ മാത്രമേ പറയുള്ളൂ. കാരണം സൈക്കിൾ ഓഫ് ലെങ്ത് 1നെ നമ്മൾ എഴുതാൻ വേണ്ടി വലിയ താല്പര്യം കാണിക്കാറില്ല. ചിലപ്പോൾ എഴുതി കൂടൊന്നുമില്ല, ആവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ എഴുതും. നമുക്ക് ആവശ്യമുണ്ട്, നമ്പർ ഓഫ് എലമെന്റ്സ് കണ്ടുപിടിക്കാൻ ആവശ്യം വരും. ഇതിനെ 4 5 എങ്ങനെ എഴുതിയാലും മതി. 1 സൈക്കിൾസിനെ അങ്ങനെ, കാരണം ഫിക്സഡ് ആണല്ലോ. 1 സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആണ്. 1 ഫിക്സ്, അതിന്റെ ഇമേജ് അത് തന്നെ വരുന്നത്. ഇത് കണ്ടില്ലേ? 2 ഡിസ്ജോയിന്റ് സൈക്കിൾസ് അല്ലേ? ഇത് കണ്ടാ? ഇത് 2 ഡിസ്ജോയിന്റ് സൈക്കിൾസ് അല്ലേ? 2 ഡിസ്ജോയിന്റ് സൈക്കിൾസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് സിഗ്മ എഴുതിയല്ലോ. ഇനിയിപ്പോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് 2 മൾട്ടിപ്ലൈ നോക്കാം അല്ലേ? അത് ഭയങ്കര ഡൗട്ടാണ്, ഇത് ശരിയല്ലാന്ന് തോന്നുന്നെങ്കിൽ 3 9 6 എന്ന പെർമ്യൂട്ടേഷനെ സൈക്കിളിനെയും 5 7 8 എന്ന സൈക്കിളിനെയും കൂടി മൾട്ടിപ്ലൈ നോക്കാം. 3 9 6 എന്താ? 1 2 3 4 5 6 7 8 9. 3 9 6 ആണ്. 3 9 9 6 6 3. ബാക്കിയുള്ളവരൊക്കെ ഫിക്സഡ് ആണ്. 1 2 4 5 7 8. അടുത്തേതാ? 5 7 8. 1 2 3 4 5 6 7 8. അവിടെ 5 7 8 9 ഉണ്ട് അല്ലേ? 5 7 8 ആണ്. 5 7ലോട്ട് പോകും, 7 8ലോട്ട് പോകും, 8 5ലോട്ട് പോകും.
ബാക്കിയെല്ലാം ഫിക്സഡ് ആണ്. 9 ഫിക്സഡ് ആണ്, 7 ഫിക്സഡ് ആണ്, 6 ഫിക്സഡ് ആണ്, 4 ഫിക്സഡ് ആണ്, 3 ഫിക്സഡ് ആണ്, 2 ഫിക്സഡ് ആണ്, 1 ഫിക്സഡ് ആണ്. ഇതിന്റെ രണ്ടിന്റെയും കൂടി പ്രോഡക്റ്റ് എടുത്താൽ നമുക്ക് എന്ത് വരും? 1 2 3 4 5 6 7 8 9. പ്രോഡക്റ്റ് എടുക്കാൻ അറിയാത്തവരായിട്ട് ആരും ഇല്ലല്ലോ ഈ ക്ലാസ്സിൽ. 1 1 പോകും ഇവിടെ അല്ലെ? ആദ്യം എവിടെന്നാ നോക്കണേ? രണ്ടാമത്താണ് ആദ്യം നോക്കണേ. 1 1 പോകും, ഈ 1 ഇവിടെ 1 പോകും. 1ന്റെ ഇമേജ് ആരായിരിക്കും? 1 ആയിരിക്കും. അടുത്ത 2ന്റെ ഇമേജ് നോക്കാൻ 2 ഇവിടെ 2 പോകുന്നു, 2 ഇവിടെ 2 പോകുന്നു. അപ്പൊ 2ന്റെ ഇമേജ് 2 ആണ്. അടുത്ത 3ന്റെ ഇമേജ് നോക്കാൻ 3 ഇവിടെ 3 പോകുന്നു, ഈ 3 ഇവിടെ 9 പോകും. അപ്പോൾ 3ന്റെ ഇമേജ് ആരാ? 9 ആണ്. അടുത്ത 4ന്റെ ഇമേജ് നോക്കാം. 4 ഇവിടെ 4 പോകുന്നു, 4 ഇവിടെ 4 പോകുന്നു. 4 ഫിക്സഡ് ആണ്. 5 7 പോകുന്നു, 7 7 പോകുന്നു. 5ന്റെ ഇമേജ് 7 ആണ്. 6ന്റെ ഇമേജ് നോക്കാൻ വേണ്ടിയിട്ട് 6 6 പോകുന്നു, 6 ഇവിടെ 3 പോകുന്നു. 7ന്റെ ഇമേജ് നോക്കാൻ 7 ഇവിടെ 8 പോകുന്നു, 8 ആദ്യത്തേൽ 8 പോകുന്നു. 8ന്റെ ഇമേജ് ഇവിടെ 5 ആണ്, ഇവിടെ 5ന്റെ ഇമേജ് 5 ആണ്. 9ന്റെ ഇമേജ് ഇവിടെ 9 ആണ്, 9ന്റെ ഇമേജ് ഇവിടെ 6 ആണ്. ഓക്കെ, ഈ പെർമ്യൂട്ടേഷൻ അല്ലേ അവിടെ സിഗ്മ. അത് സിഗ്മ കിട്ടിയല്ലോ. അപ്പോ നമ്മൾ പറഞ്ഞെന്താണ്? ഒരു പെർമ്യൂട്ടേഷനെ നമുക്ക് എന്തുമായിട്ട് പറയാം? ഒരു സൈക്കിളായിട്ട് ഡിനോട്ട് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് പറയാം? ഡിസ്ജോയിന്റ് സൈക്കിൾസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് പറയാം. ഡിസ്ജോയിന്റ് എന്ന് പറയാൻ കാര്യം എന്താ? ഇവിടെ കണ്ടില്ലേ? ഇവിടെ 3 9 6, ഇവിടെ 5 7 8. ഇതിൽ രണ്ടിലും ഈ രണ്ട് സൈക്കിൾസിലും എന്തില്ല? കോമൺ ആയിട്ട് ആരുമില്ല. അപ്പൊ ഏത് പെർമ്യൂട്ടേഷനെയും ഡിസ്ജോയിന്റ് സൈക്കിൾ, ഒന്നുകിൽ ഒരു പെർമ്യൂട്ടേഷൻ ഒറ്റ സൈക്കിൾ ആയിരിക്കും, അല്ലെങ്കിൽ ആ പെർമ്യൂട്ടേഷനെ ഡിസ്ജോയിന്റ് സൈക്കിൾസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ സാധിക്കും. ഏതൊരു പെർമ്യൂട്ടേഷൻ, അത് തിയറമാണ് അല്ലേ? നമ്മൾ ഇന്നലെ പറഞ്ഞ നമ്മുടെ ഈ രണ്ടാമത്തെ മോഡ്യൂളിലെ ഫസ്റ്റ് തിയറമാണ്. എവരി പെർമ്യൂട്ടേഷൻ ഓഫ് എ ഫൈനൈറ്റ് സെറ്റ് കാൻ ബി റിട്ടൺ ആസ് a cycle or a product of disjoint cycles. Okay, നമ്മുടെ write the permutation sigma is equal to 1 2 3 5 into 4 1 3 as a product of disjoint cycles. As a product of disjoint cycles. നോക്കിയേ, ഇത് ഡിസ്ജോയിന്റ് സൈക്കിൾസ് എന്ന് പറയാൻ കാര്യമുണ്ട്. കാരണം അവർ തന്നിരിക്കുന്നുണ്ട് ഇതൊരു സൈക്കിൾ ആണ്, ഇതൊരു സൈക്കിൾ ആണ്. ഇവിടെ നമുക്ക് 1 കോമൺ ആയിട്ട് രണ്ടിടത്തുണ്ട്, 3 കോമൺ ആയിട്ട് രണ്ടിടത്തുണ്ട്. അപ്പോൾ ചോദിച്ചിരിക്കുന്ന ഡിസ്ജോയിന്റ് സൈക്കിൾസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാനാ പറയുന്നത്. അപ്പോൾ ഡിസ്ജോയിന്റ് സൈക്കിൾസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറഞ്ഞാൽ ഇവിടെ തന്നിട്ടുള്ള ഗിവൺ സിഗ്മ ഇസ് ഈക്വൽ ടു 1 2 3 5. അടുത്ത സൈക്കിൾ ആരാ? 4 1 3. അപ്പോൾ ആദ്യം സിഗ്മേനെ എങ്ങനെ എഴുതാം? 1 2 3 4 5 എന്ന സൈക്കിളിൽ എങ്ങനെ എഴുതാം? 1 2 3 4 5. ഈ സൈക്കിളിൽ എങ്ങനെ എഴുതാം? 1 2 3 5. 1 എങ്ങോട്ട് പോകും? 1 2 പോകും. 2 എങ്ങോട്ട് പോകും? 3 പോകും. 3 എങ്ങോട്ട് പോകും? 5 പോകും. 5 എങ്ങോട്ട് പോകും? 1 പോകും. ഇവിടെ 4 ഫിക്സഡ് ആണ്. അടുത്ത രണ്ടാമത്തെ സൈക്കിൾ 4 1 3. ഇത് 1 2 3 4 5. 4 1 3 നോക്ക്. 4 എങ്ങോട്ട് പോകും? 4 1 പോകും. 4ന്റെ ഇമേജ് 1 ആണ്. 1ന്റെ ഇമേജ് എന്താവും? 3 ആവും. 3ന്റെ ഇമേജ് എന്താവും? 4 ആവും. ശരിയല്ലേ? ഇവിടെ 4 1 പോകും. 4ന്റെ ഇമേജ് 1 ആവും. 1 3 പോകും. 1ന്റെ ഇമേജ് 3 ആവും. 3ന്റെ ഇമേജ് 4 ആവും. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഫിക്സഡ് ആണ്. 2 5. ഇനി നോക്കിയാൽ ഈ രണ്ട് പെർമ്യൂട്ടേഷനും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ എന്താ വരിക? ഈ രണ്ട് പെർമ്യൂട്ടേഷനും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാലോ? 1 2 3 4 5. എന്താ പറയുക? 1ന്റെ ഇമേജ് ഇവിടെ 3 ആണല്ലോ. ഇവിടെ 3ന്റെ ഇമേജ് 5. അപ്പോൾ 1ന്റെ ഇമേജ് 5 ആവും. ഇവിടെ 2ന്റെ ഇമേജ് 2 ആണ്. ഇവിടെ 2ന്റെ ഇമേജ് 3 ആണ്. അപ്പോൾ 2ന്റെ ഇമേജ് 3 ആവും. ഇവിടെ 3ന്റെ ഇമേജ് 4 ആണ്. ഇവിടെ 4ന്റെ ഇമേജ് 4 ആണ്. അപ്പോൾ 3ന്റെ ഇമേജ് 4 ആവും. 4ന്റെ ഇമേജ് ഇവിടെ 1 ആണ്. ഇവിടെ 1ന്റെ ഇമേജ് 2 ആണ്. 4ന്റെ ഇമേജ് 2 ആവും. 5ന്റെ ഇമേജ് ഇവിടെ 5 ആണ്. 5ന്റെ ഇമേജ് ഇവിടെ 1 ആണ്. നോക്കിയേ, ഇതിനെങ്ങനെ എഴുതാൻ പറ്റി? ഇത് സൈക്കിൾ ആക്കാൻ പറ്റും നോക്കുക. 1 5 5 1. അപ്പോൾ ഒരു സൈക്കിൾ എഴുതാം. 1 5.
അതൊരു സൈക്കിളായി, ഒറ്റ സൈക്കിളാണ്. രണ്ട് സൈക്കിൾ ഓഫ് ലെങ്ത് 2 ആണ്. അടുത്ത് നോക്കിയേ 2 3 പോകുന്നു, 3 4 പോകുന്നു, 4 2 പോകുന്നു. അപ്പൊ 2 3 4. അതുപോലെ 2 3 4. ഇവിടെ ഈ രണ്ട് സൈക്കിളിലും കോമൺ ആയിട്ട് ആരും ഇല്ലല്ലോ. അപ്പോ ഈ സിഗ്മനെ പ്രോഡക്റ്റ് ഓഫ് ഡിസ്ജോയിന്റ് സൈക്കിൾസ് ആയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്തല്ലോ അല്ലെ. ഇവിടെയും കോമൺ ആയിട്ട് എലമെന്റ്സ് ഒന്നും ഇല്ലല്ലോ. write the permutation sigma is equal to 1 3 2 5 6 2 3 4 6 5 1 2. write the permutation sigma is equal to this 3 സൈക്കിളാണ്, 3 സൈക്കിൾസിന്റെ പ്രോഡക്റ്റ് ആണ്. പക്ഷെ 3 ഡിസ്ജോയിന്റ് അല്ല. as a product of disjoint cycles. സാർ ഇന്നലെ ചെയ്തായിരുന്നു. ഡിസ്ജോയിന്റ് സൈക്കിൾസ് എന്ന് പറഞ്ഞു എഴുതിയാ? ഇത് ഇന്നലെ ചെയ്തായിരുന്നു. നേരത്തെ ക്വസ്റ്റ്യനും ഇന്നലെ ചെയ്ത്. ഓക്കെ ശരി. ഫൈൻഡ് ദ ഓർഡർ ഓഫ് the permutation. Find the order of the permutation. Sigma is equal to 1 4 7 in S7. ഇതൊരു S7 എലമെന്റ് ആണെന്ന് അറിയാലോ. ഇവിടെ ഒരു എലമെന്റിന്റെ ഓർഡർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഒരു എലമെന്റിന്റെ ഓർഡർ കണ്ടുപിടിക്കുന്നത് എങ്ങനെ? ജി ഒരു ഗ്രൂപ്പാണ്, എ ജിയിലെ എലമെന്റ് ആണ്. G ഒരു ഗ്രൂപ്പാണ്, എ ജിയിൽ എലമെന്റ് ആണ്. then order of the element A in G is എന്താണ് ഓർഡറിന്റെ ഡെഫിനിഷൻ? എന്താണ്? is the least positive integer n such that a raised to n is equal to identity element അല്ലേ. ഒരു എലമെന്റിന്റെ ഓർഡർ കണ്ടുപിടിക്കേണ്ട ഫോർമുല ഇതല്ലേ. ജി ഒരു ഗ്രൂപ്പാണ്, എ ജിയിൽ എലമെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഓർഡർ ഓഫ് ആൻ എലമെന്റ് ഈസ് ദ ലീസ്റ്റ് പോസിറ്റീവ് ഇന്റിജർ n സച്ച് ദാറ്റ് a raised to n is equal to identity element എന്നല്ലേ. ഇവിടെ നോക്കിയേ, ഇവിടെ സിഗ്മന്റെ ഓർഡറിലെ കണ്ടുപിടിക്കണ്ടേ. അപ്പോ ആദ്യം എന്ത് നോക്കണം? അപ്പോ സിഗ്മ S7 എലമെന്റ് ആണ് അല്ലെ. സിഗ്മന്റെ ഓർഡർ n ആവണമെങ്കിൽ എന്താണ്? സിഗ്മ റൈസ് ടു 1 കണ്ടുപിടിക്കണം, സിഗ്മ റൈസ് ടു 2 കണ്ടുപിടിക്കണം, എക്സെട്ര. സിഗ്മ റൈസ് ടു n is equal to ഐഡന്റിറ്റി. ആദ്യം പറഞ്ഞ n ആയിരിക്കണം അല്ലെ, ലീസ്റ്റ് n ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഓർഡർ ഓഫ് സിഗ്മ n ആവും. ഓർഡർ ഓഫ് സിഗ്മ ഈസ് ദ ലീസ്റ്റ് പോസിറ്റീവ് ഇന്റിജർ അല്ലെ. ഓർഡർ ഓഫ് an element a in G is the least positive integer n such that a raised to n is equal to identity element. a raised to n ഐഡന്റിറ്റി ആവുന്ന ലീസ്റ്റ് n-നെയാണ് നമ്മൾ ഓർഡർ എന്ന് വിളിക്കുന്നത്. a എന്ന എലമെന്റിന്റെ ഓർഡർ ശ്രദ്ധിക്കണം. ഗ്രൂപ്പിന്റെ ഓർഡർ ഗ്രൂപ്പിലെ എലമെന്റ്സുകളുടെ എണ്ണമാണ്. എലമെന്റിന്റെ ഓർഡർ എന്ന് പറയുമ്പോൾ ആ എലമെന്റിന്റെ പവറിൽ the least positive integer n such that a raised to n is equal to identity ആവുന്ന n-നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓർഡർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ സിഗ്മന്റെ ഓർഡർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാ? സിഗ്മ റൈസ് ടു 1 എന്താ അല്ലേ? 147 അല്ലേ. 147 നമുക്ക് ഇങ്ങനെ എഴുതാലോ. 147 ആക്ച്വലി ഇതെന്താണ്? S7 എലമെന്റ് ആണ്. അപ്പൊ 1 2 3 4 5 6 7. 1ന്റെ ഇമേജ് 4 ആണ്, 4ന്റെ ഇമേജ് 7 ആണ്, 7ന്റെ ഇമേജ് 1 ആണ്. ബാക്കിയുള്ളവരൊക്കെ ഫിക്സഡ് ആണ്. ഇതാണ് സിഗ്മ. ഇത് ഐഡന്റിറ്റി അല്ലല്ലോ.
ഇത് ഐഡന്റിറ്റി അല്ല, അപ്പൊ സിഗ്മേന്റെ ഓർഡർ 1 അല്ല. അടുത്ത സിഗ്മ സ്ക്വയർ നോക്കുക. വാട്ട് ഈസ് സിഗ്മ സ്ക്വയർ? സിഗ്മ ഇൻറ്റു സിഗ്മ. വാട്ട് ഈസ് സിഗ്മ ഇൻറ്റു സിഗ്മ? 1 2 3 4 5 6 7 4 2 3 7 5 6 1 into 1 2 3 4 5 6 7 4 2 3 7 5 6 1. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? 1 2 3 4 5 6 7. ഇവിടെ നോക്കുക, 1ന്റെ ഇമേജ് 4 ആണ്, ഇവിടെ 4ന്റെ ഇമേജ് 7 ആണ്. അപ്പോൾ 1ന്റെ ഇമേജ് എന്താവും? 7 ആവും. ശരിയല്ലേ? അടുത്ത് ഇവിടെ 2ന്റെ ഇമേജ് നോക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? 2 ഇവിടെ 2ലോട്ട് പോകും, 2 ഇവിടെ 2ലോട്ട് പോകും, 2ന്റെ ഇമേജ് 2 ആണ്. അടുത്ത് 3ന്റെ ഇമേജ് നോക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? 3ന്റെ ഇമേജ് ഇവിടെ നോക്കാൻ, 3 ഇവിടെ 3ലോട്ട് പോകുന്നു, 3 ഇവിടെ 3ലോട്ട് പോകുന്നു, അപ്പോൾ 3ന്റെ ഇമേജ് 3 ആണ്. 4ന്റെ ഇമേജ് നോക്കാൻ, 4 ഇവിടെ 7ലോട്ട് പോകുന്നു, 7 ഇവിടെ 1ലോട്ട് പോകുന്നു, 4ന്റെ ഇമേജ് 1 ആണ്. 5 5 5 5 6 6 6 6 7 1 1 4. This is 7 2 3 1 5 6 4. ഇതും ഐഡന്റിറ്റി അല്ലല്ലോ, അപ്പോൾ സിഗ്മ സ്ക്വയറും ഐഡന്റിറ്റി അല്ല. അപ്പോൾ സിഗ്മേന്റെ ഓർഡർ എന്തല്ല? സിഗ്മേന്റെ ഓർഡർ എന്തല്ല? 2 അല്ല. സിഗ്മ റൈസ് ടു 1 ഐഡന്റിറ്റി അല്ല, അതുകൊണ്ട് സിഗ്മേന്റെ ഓർഡർ 1 അല്ല. സിഗ്മ സ്ക്വയർ ഐഡന്റിറ്റി അല്ല, അതുകൊണ്ട് സിഗ്മേന്റെ ഓർഡർ 2 അല്ല. അടുത്ത് സിഗ്മ ക്യൂബ് നോക്കണം. സിഗ്മ ക്യൂബ്, വാട്ട് ഈസ് സിഗ്മ ക്യൂബ്? സിഗ്മ ക്യൂബ് ഈസ് സിഗ്മ സ്ക്വയർ ഇൻറ്റു സിഗ്മയാണ്. സിഗ്മ സ്ക്വയർ നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ട്. സിഗ്മ സ്ക്വയർ എന്താ? 7 2 3 1 5 6 4 അല്ലേ? 1 2 3 4 5 6 7. ഇനി സിഗ്മ ഉണ്ടല്ലോ, 1 2 3 4 5 6 7 എന്താ? 147 അല്ലേ? 147 അല്ലേ? ഇതാണ് സിഗ്മ. മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക? ഫസ്റ്റ് റോ 1 2 3 4 5 6 7. 1 ഇവിടെ 4ലോട്ട് പോയി അല്ലേ? 4 ഇവിടെ 1ലോട്ട് വന്നു. 2 ഇവിടെ 2 2 ഇവിടെ 2 തന്നെയാണ്. 3 ഇവിടെ 3 3 ഇവിടെ 3 തന്നെയാണ്. 4 ഇവിടെ 7 7 ഇവിടെ 4 ആണ്. അപ്പോൾ 4ന്റെ ഇമേജ് 4 ആണ്. 5 5 ആണ് രണ്ടിടത്തും. 6 6 ആണ്. 7 ഇവിടെ 1 ആണ്. 1 ഇവിടെ 7 ആണ്. നോക്കിയേ, ഐഡന്റിറ്റി വന്നില്ലേ അല്ലേ? 1 2 3 4 5 6 7 1 2 3 4 5 6 7 സെയിം ആയല്ലോ, ഇമേജ് എല്ലാം സെയിം ആയല്ലോ. അപ്പോൾ സിഗ്മ ക്യൂബ് എന്ത് വന്നു? സിഗ്മ ക്യൂബ് ഈസ് ഐഡന്റിറ്റി അല്ലേ? ഹെൻസ് order of sigma is, hence order of the element sigma in Z7 is, order of the element sigma in S7 is 3 ആണ്. നമ്മളിത് ഫോർമുല പഠിക്കും, അത് തിയറം പറയുമ്പോൾ പറയും. അല്ലെങ്കിൽ അങ്ങനെ പ്രയാസമൊന്നുമില്ല. വളരെ നോക്കി, ഈ സൈക്കിളിന്റെ ലെങ്ത് എത്ര? ഈ സൈക്കിളിന്റെ ലെങ്ത് 3 അല്ലേ? ഓർഡർ 3 ആയിരിക്കും. സൈക്കിൾ ഓഫ് ലെങ്ത് n ആണെങ്കിൽ 3 ആയിരിക്കും. അടുത്ത what is the order of what is the order of sigma is equal to 1 2 3 4 5 6 2 1 5 4 6 3. ഈ എലമെന്റിന്റെ ഓർഡർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആദ്യം സിഗ്മ റൈസ് ടു 1 നോക്കുക. സിഗ്മ റൈസ് ടു 1 ഐഡന്റിറ്റി അല്ല, അതുകൊണ്ട് ഓർഡർ 1 അല്ല. അടുത്ത് സിഗ്മ സ്ക്വയർ നോക്കുക. സിഗ്മ സ്ക്വയർ എന്താ? സിഗ്മ ഇൻറ്റു സിഗ്മ അല്ലേ? നമ്മളെപ്പോഴും ഓർഡർ കണ്ടുപിടിക്കാൻ നമ്മൾ ഒരു എലമെന്റിന്റെ ഓർഡർ അല്ലേ? ഒരു എലമെന്റിന്റെ ഓർഡർ കണ്ടുപിടിക്കാൻ നമ്മൾ എ റൈസ് ടു n ഇസ് ഈക്വൽ ടു ഐഡന്റിറ്റി ആവുന്ന ലീസ്റ്റ് n നോക്കണം. സിഗ്മ ഇൻറ്റു സിഗ്മ എന്താ? 1 2 3 4 5 6 2 1 5 4 6 3 into 1 2
3 4 5 6 2 1 5 4 6 3. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക 1 2 3 4 5 6. 1ന്റെ ഇമേജ് ഇവിടെ 2 ആണ്, 2ന്റെ ഇമേജ് 1 ആണ്. 2ന്റെ ഇമേജ് 1 ആണ്, 1ന്റെ ഇമേജ് 2 ആണ്. 3ന്റെ ഇമേജ് 5 ആണ്, 5ന്റെ ഇമേജ് 6 ആണ് അല്ലേ. 4ന്റെ ഇമേജ് 4 ആണ്, 4ന്റെ ഇമേജ് 4 ആണ്. 5ന്റെ ഇമേജ് 6 ആണ്, 6ന്റെ ഇമേജ് 3 ആണ്. 6ന്റെ ഇമേജ് 3 ആണ്, 3ന്റെ ഇമേജ് 5 ആണ്. അടുത്ത സിഗ്മ ക്യൂബ് നോക്കാം. അപ്പോൾ ഇവിടെ സിഗ്മ സ്ക്വയറും ഐഡന്റിറ്റി തന്നില്ലല്ലോ, അതുകൊണ്ട് ഓർഡർ സിഗ്മന്റെ ഓർഡർ 2 അല്ല. സിഗ്മ ക്യൂബ് നോക്കുക. സിഗ്മ ക്യൂബ് ഈ സിഗ്മ സ്ക്വയർ ഇൻറ്റു സിഗ്മ. സിഗ്മ സ്ക്വയർ നമ്മൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 1 2 3 4 5 6 1 2 6 4 3 5 ഇൻറ്റു സിഗ്മ ഉണ്ട്. സിഗ്മ എന്താ 1 2 3 4 5 6 2 1 5 4 6 3. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും 1 2 3 4 5 6. 1ന്റെ ഇമേജ് 2 ആണ്, 2ന്റെ ഇമേജ് 2 ആണ്. 2ന്റെ ഇമേജ് 1 ആണ്, 1ന്റെ ഇമേജ് 1 ആണ്. 3ന്റെ ഇമേജ് 5 ആണ്, 5ന്റെ ഇമേജ് 3 ആണ്. 4ന്റെ ഇമേജ് 4 ആണ്, 4ന്റെ ഇമേജ് 4 ആണ്. 5ന്റെ ഇമേജ് 6 ആണ്, 6ന്റെ ഇമേജ് 5 ആണ്. 6ന്റെ ഇമേജ് 3 ആണ്, 3ന്റെ ഇമേജ് 6 ആണ്. അതും എന്തല്ല, ഐഡന്റിറ്റി അല്ല. അടുത്ത സിഗ്മ റൈസ് ടു 4 നോക്കുക. സിഗ്മ റൈസ് ടു 4 എന്താ, സിഗ്മ ക്യൂബ് ഇൻറ്റു സിഗ്മ. സിഗ്മ ക്യൂബ് എന്താ 1 2 3 4 5 6 2 1 3 4 5 6 ഇൻറ്റു സിഗ്മ 1 2 3 4 5 6 2 1 5 4 6 3. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് റോ 1 2 3 4 5 6 തന്നെയാണ്. സെക്കൻഡ് റോ ഒക്കെ 1 2 പോകുന്നു, 2 1 പോകുന്നു. 2 3 1 പോകുന്നു, 1 2 പോകുന്നു. 3 5 പോകുന്നു, 5 5 പോകുന്നു. 4 4 പോകുന്നു, 4 4 പോകുന്നു. 5 6 പോകുന്നു, 6 6 പോകുന്നു. 6 3 പോകുന്നു, 3 3 പോകുന്നു. ഇതും ഐഡന്റിറ്റി അല്ല, ഓർഡർ എന്തല്ല, 4 അല്ല. അടുത്ത സിഗ്മ റൈസ് ടു 5 നോക്കുക. സിഗ്മ റൈസ് ടു 5 എന്താ, സിഗ്മ റൈസ് ടു 4 ഇൻറ്റു സിഗ്മ അല്ലേ. സിഗ്മ റൈസ് ടു 4 അവിടെ ഉണ്ട്. ഇപ്പോൾ എഴുതിയല്ലോ നമ്മള് 1 2 3 4 5 6 1 2 5 4 6 3 ഇൻറ്റു സിഗ്മ 1 2 3 4 5 6 2 1 5 4 6 3. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും 1 2 3 4 5 6. 1ന്റെ ഇമേജ് 2 ആണ്, 2ന്റെ ഇമേജ് 2 ആണ്. 2ന്റെ ഇമേജ് 1 ആണ്, 1ന്റെ ഇമേജ് 1 ആണ്. 3ന്റെ ഇമേജ് 5 ആണ്, 5ന്റെ ഇമേജ് 6 ആണ്. 5ന്റെ ഇമേജ് 6 ആണ്, 6ന്റെ ഇമേജ് 3 ആണ്. ഇവിടെ 5ന്റെ ഇമേജ് 6 ആണ്, 4ന്റെ ഇമേജ് 4 ആണ് അല്ലേ. 5ന്റെ ഇമേജ് 6 ആണ്, 6ന്റെ ഇമേജ് 3 ആണ്. 6ന്റെ ഇമേജ് 3 ആണ്, 3ന്റെ ഇമേജ് 5 ആണ്. ഇതും ഐഡന്റിറ്റി അല്ലല്ലോ, അപ്പോ സിഗ്മന്റെ ഓർഡർ 5 അല്ല അല്ലേ. അടുത്ത സിഗ്മ റൈസ് ടു 6 നോക്കിയേ. സിഗ്മ റൈസ് ടു 6. സിഗ്മ റൈസ് ടു 6 എന്താ, സിഗ്മ റൈസ് ടു 6 ഈ സിഗ്മ റൈസ് ടു 5 ഇൻറ്റു സിഗ്മ ആണല്ലോ സിഗ്മ റൈസ് ടു 6. സിഗ്മ റൈസ് ടു 5 നമ്മൾ ഇതാ എഴുതി വെച്ചിരിക്കുന്നു. 1 2 3 4 5 6 2 1 6 4 3 5 ഇൻറ്റു സിഗ്മ 1 2 3 4 5 6 2 1 5 4 6 3. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക 1 2 3 4 5 6. 1ന്റെ ഇമേജ് ഇവിടെ 2 ആണ്, 2ന്റെ ഇമേജ് 1 ആണ്. ഇവിടെ 2ന്റെ ഇമേജ് 1 ആണ്, ഇവിടെ 1ന്റെ ഇമേജ് 2 ആണ്. ഇവിടെ 3ന്റെ ഇമേജ് 5 ആണ്, 5ന്റെ ഇമേജ് 3 ആണ്. ഇവിടെ 4ന്റെ ഇമേജ് 4 ആണ്. ഇവിടെ 5ന്റെ ഇമേജ് 6 ആണ്, ഇവിടെ 6ന്റെ ഇമേജ് 5 ആണ്. ഓക്കെ, ഐഡന്റിറ്റി വന്നല്ലോ. hence order of
സിഗ്മ ആരാണ്? ഓർഡർ ഓഫ് സിഗ്മ എന്ന് വെച്ചാൽ 1 2 3 4 5 6 2 1 5 4 6 3 ഈസ് 6 അല്ലേ? ദാറ്റ് ഈസ് സിഗ്മാനെ ഇങ്ങനെ എഴുതിയാൽ സിഗ്മ ഈക്വൽ ടു ഏതാണ്? 1 2 പോകും. നമ്മൾ പ്രോഡക്റ്റ് ഓഫ് സൈക്കിൾസ് ആയിട്ട് എഴുതിയാലേ 3 5 5 6 അല്ലേ? സിഗ്മ ഇതാണ്. അപ്പൊ ഈ പെർമ്യൂട്ടേഷന്റെ ഓർഡർ ആണ് എത്ര വന്നത്? 6 വന്നത്. ഇതൊരു 2 സൈക്കിളിന്റെയും ഒരു 3 സൈക്കിളിന്റെയും കൂടി പ്രോഡക്റ്റ് ആണ്. അതിന്റെ 2 സൈക്കിളിന്റെ ഒരു 3 സൈക്കിളിന്റെയും കൂടി പ്രോഡക്റ്റ് എടുത്തപ്പോൾ അതിന്റെ ഓർഡർ 6 വന്നു. തൊട്ടു മുമ്പേ ഒരു 3 സൈക്കിൾ മാത്രമാണ് അല്ലെ? ഒരു 3 സൈക്കിളിന്റെ ഓർഡർ എത്ര വന്നു? 3 വന്നു. ഇവിടെ ഒരു 3 സൈക്കിളിന്റെയും ഒരു 2 സൈക്കിളിന്റെയും കൂടി പ്രോഡക്റ്റ് ആയിട്ടുള്ള പെർമ്യൂട്ടേഷന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 6 വന്നു. ഇതിനൊരു ജനറൽ റിസൾട്ട് നമ്മൾ അടുത്ത ദിവസം പറയും. അതപ്പോ നോക്കാൻ പറ്റും. എന്തായാലും 2-3 ക്വസ്റ്റ്യൻസ് ഈ രീതിക്ക് തന്നെ കണ്ടുപിടിച്ചിട്ട് മതി. തിയറം തിയറം 1.2.2 നമ്മൾ സാധാരണ പെർമ്യൂട്ടേഷൻ കമ്മ്യൂട്ട് ചെയ്യാറില്ല എന്ന് പറഞ്ഞല്ലേ? സാധാരണഗതിയിൽ പെർമ്യൂട്ടേഷൻ കമ്മ്യൂട്ട് ചെയ്യാറില്ലല്ലോ. ഇപ്പോൾ നോക്കിയേ, നമ്മൾ S3-ലെ 2 എലമെന്റിലെ പറഞ്ഞു. ഒരു എലമെന്റ് ആണിത് 1 2 3 4 1 2 3 1 2 3 1 3 2 പിന്നെ 1 2 3 2 1 3 2 3 1. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? 1 ഇവിടെ 2 1 2 3 1 ഇവിടെ 2 ആണ്, 2 ഇവിടെ 3 ആണ്, 2 ഇവിടെ 3 ആണ്, 3 ഇവിടെ 2 ആണ്, 3 ഇവിടെ 1 ആണ്, 1 ഇവിടെ 1 ആണ്. തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്താലോ? 1 2 3 2 3 1 1 2 3 1 3 2. ഇവിടെ 1 2 3 1 1 ആണ്, 1 2 ആണ്, 2 3 ആണ്, 3 1 ആണ്, 3 2 ആണ്, 2 3 ആണ്. ഈ രണ്ട് പെർമ്യൂട്ടേഷനും സെയിം അല്ലല്ലോ അല്ലേ? അപ്പൊ ഇത് കമ്മ്യൂട്ട് ചെയ്യില്ല. അപ്പോ ആക്ച്വലി ഇതേത് സൈക്കിളാ? 1 ഫിക്സഡ് ആണ് അല്ലേ? 2 3 എന്ന സൈക്കിൾ ഇതേത് സൈക്കിളാ? 1 2 അല്ലേ? 1 2 3. അപ്പോ 2 3 എന്ന സൈക്കിളും 1 2 3 എന്ന സൈക്കിൾ ആക്ച്വലി ഈ പെർമ്യൂട്ടേഷൻ വരെ ഇങ്ങനെ എഴുതിയാൽ മതിയല്ലോ. ഈ സൈക്കിളായിട്ട് ഈ പെർമ്യൂട്ടേഷൻ വരെ ഈ സൈക്കിൾ മാറ്റി എഴുതിയാൽ മതിയല്ലോ. അപ്പൊ ഇവിടെ 2 3 എന്ന സൈക്കിളിനെ 1 2 3 എന്ന സൈക്കിൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും 1 2 3 എന്ന സൈക്കിളിനെ 2 3 എന്ന സൈക്കിൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും നോട്ട് ഈക്വൽ ആയിരുന്നു അല്ലെ? 1 2 3 എന്ന സൈക്കിൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും 1 2 3 2 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഇതിന്റെ കമ്മ്യൂട്ടേറ്റീവ് അല്ലേ? പെർമ്യൂട്ടേഷൻ മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്ന് ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ് നമ്മൾ അല്ലെ? പക്ഷെ അടുത്ത തിയറം പറയുന്നത് നിങ്ങൾ 2 3 എന്ന S5 എടുക്കാം. 2 3 എന്നൊരു സൈക്കിളും 1 4 5 എന്ന സൈക്കിളും നിങ്ങൾ എടുത്തു നോക്ക്. S5-ലെ 2 3 എന്ന സൈക്കിളും 1 4 5 എന്ന സൈക്കിൾ എടുത്തു നോക്ക്. 2 3 എന്ന സൈക്കിൾ S5-ൽ എങ്ങനെ ഇരിക്കും? 1 2 3 4 5 2 3 3 2 ബാക്കിയെല്ലാം ഫിക്സഡ് ആണ്. 1 4 5 എങ്ങനെ ഇരിക്കും? 1 4-ലോട്ട് പോവും, 4 5-ലോട്ട് പോവും, 5 1-ലോട്ട് പോവും. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ നോക്കിയാൽ എന്താ വരിക? 1 2 3 4 5 1 4 4 4 2 2 2 3 3 3 3 2 4 5 5 5 5 1 1 1. ഇനി അടുത്ത്
ഇവരോ തിരിച്ചു വന്നാലോ 1 4 5ഉം 2 3 എന്ന സൈക്കിളും കൂടി മൾട്ടിപ്ലൈ ചെയ്താലോ 1 4 5 ആരാ 1 2 3 4 5 1 4 പോവും 4 5 പോവും 5 1 പോവും 2 3 ഫിക്സഡ് 2 3 എന്ന സൈക്കിൾ ആരാ 1 2 3 4 5 2 3 പോവും 3 2 പോവും ബാക്കിയെല്ലാം ഫിക്സഡ് ഈ രണ്ട് പെർമ്യൂട്ടേഷൻ കൂടി മൾട്ടിപ്ലൈ ചെയ്താലോ 1 ഇവിടെ 1 പോവും ഈ 1 ഇവിടെ 4 പോവും അപ്പോൾ നമുക്കിവിടെ 1 2 3 4 5ന്റെ 1ന്റെ ഇമേജ് കണ്ടുപിടിക്കാൻ 1 ഇവിടെ 1ലേക്ക് 1 ഇവിടെ 4ലേക്ക് 1 4 ആയി 2 ഇവിടെ 3ലേക്ക് 3 ഇവിടെ 3ലേക്ക് 3 ഇവിടെ 2ലേക്ക് 2 ഇവിടെ 2ലേക്ക് 4 ഇവിടെ 4ലേക്ക് 4 ആദ്യത്തേൽ 5ലേക്ക് 5 5 5 1 നോക്കടേ ഇത് രണ്ടും സെയിം അല്ലേ അപ്പോ ഇവിടെ പെർമ്യൂട്ടേഷൻ മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആയല്ലോ ഇവിടെ കമ്മ്യൂട്ടേറ്റീവ് ആവാൻ കാരണം നോക്കണേ ഇവിടെയും കോമൺ എലമെന്റ്സ് ഒന്നുമില്ല ഇവിടെ കമ്മ്യൂട്ടേറ്റീവ് ആകാതിരിക്കാൻ കാരണം ഇത് കമ്മ്യൂട്ടേറ്റീവ് അല്ലല്ലോ ഇവിടെ കമ്മ്യൂട്ടേറ്റീവ് അല്ലാത്തതിന് കാരണം ഇവിടെയും കോമൺ എലമെന്റ്സ് ഉണ്ട് അല്ലേ ഇവിടെയും കോമൺ എലമെന്റ്സ് ഇല്ല അപ്പോ സൈക്കിൾസ് ഡിസ്ജോയിന്റ് സൈക്കിൾസ് ആണെങ്കിൽ അതായത് എൻട്രീസ് ഇവിടെയും എൻട്രീസ് കോമൺ ആയിട്ടൊന്നും ഇല്ല എങ്കിൽ അത് കമ്മ്യൂട്ടേറ്റ് ചെയ്യും പക്ഷെ കോമൺ ആയിട്ട് ഉള്ള കേസുകളിൽ എന്താവും കമ്മ്യൂട്ടേറ്റ് ചെയ്യത്തില്ല അതാണ് അടുത്ത തിയറം പറയുന്നത് if the pair of cycles if the pair of cycles alpha is equal to a1 a2 a3 etc am and beta is equal to b1 b2 b3 etc bn have no entries in common no entries in common then alpha beta is equal to beta alpha. This is the theorem. ഇതൊരു സൈക്കിൾ ആണ് ആൽഫ a1 a2 a3 എക്സെട്ര am എന്ന് പോകുന്ന ഒരു സൈക്കിൾ ആണ് ആൽഫ b1 b2 എക്സെട്ര bn എന്ന് പോകുന്ന ഒരു സൈക്കിൾ ആണ് ബീറ്റ എങ്കിൽ ആൽഫ ബീറ്റയും ബീറ്റ ആൽഫയും കമ്മ്യൂട്ട് ചെയ്യുമെന്നാണ് പറയണേ എന്താണ് കണ്ടീഷൻ ഇവിടെയും ഈ രണ്ട് സൈക്കിൾസും ഡിസ്ജോയിന്റ് ആയിരിക്കണം എന്ന് വെച്ചാൽ ഇവിടെ കോമൺ എൻട്രീസ് ഉണ്ടാവാൻ പാടില്ല ഇവിടെയും കോമൺ എൻട്രീസ് ഉണ്ടാവാൻ പാടില്ല നോക്കിയാലോ ഇതിന്റെ പ്രൂഫായിട്ട് ഡിസ്ജോയിന്റ് സൈക്കിൾസ് കമ്മ്യൂട്ട് ചെയ്യും എന്നുള്ള തിയറമാണ് ഡിസ്ജോയിന്റ് സൈക്കിൾസ് കമ്മ്യൂട്ട് ചെയ്യും എന്നുള്ളതാണ് ഈ തിയറം പറയുന്നത് ഡിസ്ജോയിന്റ് സൈക്കിൾസ് കമ്മ്യൂട്ട് ചെയ്യുമെന്ന് പറയാൻ വേണ്ടിയിട്ട് എന്താ let alpha and beta നമുക്ക് ആൽഫയും ബീറ്റയും കമ്മ്യൂട്ടേറ്റ് ചെയ്യുന്നതാണ് കാണിക്കാൻ let alpha and beta are permutations of the set S is equal to നോക്കണേ ഇവിടെ വരുന്ന എലമെന്റ്സ് ആരൊക്കെയാണ് ഒരു സെറ്റിലെ പെർമ്യൂട്ടേഷൻ ആണെങ്കിൽ ഇതൊരു ആൽഫയും ബീറ്റയും ഏതോ ഒരു സെറ്റിലെ പെർമ്യൂട്ടേഷൻ അപ്പൊ ഈ എലമെന്റ്സുകളെല്ലാം എസിലുള്ള ആൽഫയും ബീറ്റയും എസ് എന്ന സെറ്റിലെ പെർമ്യൂട്ടേഷൻസ് ആണ് അപ്പൊ ആൽഫ എന്ന സെറ്റിൽ വരുന്ന ഈ എൻട്രീസ് എല്ലാം സൈക്കിളിൽ വരുന്ന എൻട്രീസ് എല്ലാം
ആ എസ്സിൽ എലമെന്റ്സ് ആണ്. അതുപോലെ ബീറ്റ എന്ന സൈക്കിളിൽ വരുന്ന എൻട്രീസ് എല്ലാം ആ എസ് എന്ന സെറ്റിലെ എലമെന്റ്സ് ആണ്. ഇനിയിപ്പോ എസ് ഇസ് ഈക്വൽ ടു ആരൊക്കെ വരും? A1, A2, A3 എക്സെട്ര AM, അടുത്ത് B1, B2, B3 എക്സെട്ര BN. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മളിപ്പോ ഒരു S3യിലെ ഒരു പെർമ്യൂട്ടേഷൻ എടുത്തു, ആൽഫ ഇസ് ഈക്വൽ ടു 1 2. S3യിലെ വേറൊരു പെർമ്യൂട്ടേഷൻ ഉണ്ട്, ആൽഫ ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ S4ലെ ഒരു പെർമ്യൂട്ടേഷൻ ആണ് 1 2. ബീറ്റ S5ലെ ഒരു പെർമ്യൂട്ടേഷൻ ആണ് ആൽഫ 1 2. S5ലെ മറ്റൊരു പെർമ്യൂട്ടേഷൻ ആണ് ബീറ്റ ഇസ് ഈക്വൽ ടു 3 5 അല്ലെ. അപ്പൊ നമ്മളിവിടെ എസ് എന്ന സെറ്റ് എടുക്കുമ്പോൾ ആരൊക്കെ വന്നു? 1 2 3 5. ഇപ്പോഴത്തെ ഈ ക്വസ്റ്റ്യനുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മളെടുത്ത എസ്സിൽ ഇത്രയും എലമെന്റ്സേ ഉള്ളൂ. പക്ഷെ S5ലാകുമ്പോൾ 4ഉം കൂടി വരണ്ടേ? അപ്പൊ ഇവിടെ 4ഉം കൂടി വരണം. എന്ന് വെച്ചാൽ ഈ രണ്ട് പെർമ്യൂട്ടേഷൻസ് രണ്ട് സൈക്കിൾസിലും ഇല്ലാത്ത എലമെന്റ്സ് ഉണ്ട്. ഈ രണ്ട് സൈക്കിൾസിലും ഇല്ലാത്ത എലമെന്റ്സിന്റെ പ്രത്യേകത എന്താണ്? ഈ ആൽഫയിലും 4 ഫിക്സഡ് ആണ്, ബീറ്റയിലും 4 ഫിക്സഡ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഫിക്സഡ് എലമെന്റ്സ് ഉണ്ട്. ആ ഫിക്സഡ് എലമെന്റ്സിനെ ഞാൻ C1 C2 C3 എടുക്കുന്നു. C1 C2 എക്സെട്ര CK. ശ്രദ്ധിക്കണം, ഞാൻ എടുത്ത രീതി മനസ്സിലാവണം. അപ്പോൾ S5ലെ രണ്ട് എലമെന്റ്സ് ആണ്. അത് ആ എക്സാമ്പിൾ മനസ്സിലാക്കിയാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. S5ലെ രണ്ട് പെർമ്യൂട്ടേഷൻസ് ആണ് ആൽഫ ഇസ് ഈക്വൽ ടു 1 2, ബീറ്റ ഇസ് ഈക്വൽ ടു 3 5. അപ്പൊ ഞാൻ ആക്ച്വലി നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ആരാ? ഇതാണ് ഇവിടെ A1 A2 എന്ന് വന്നിരിക്കുന്നത്. ഇതാണ് ഇവിടെ B1 B2 എന്ന് വന്നിരിക്കുന്നത്. അപ്പൊ S5ലെ എലമെന്റ് ആകുമ്പോൾ ഉറപ്പായിട്ട് ഇവിടെ കോമൺ എലമെന്റ്സ് ഇല്ലല്ലോ, അതുകൊണ്ടല്ലേ 1 2 3 5 ഞാൻ എടുത്തത്. ഇവിടെ ആൽഫയ്ക്കും ബീറ്റയ്ക്കും കോമൺ എൻട്രീസ് ഇല്ല, എനിക്ക് നമുക്ക് ഈ തിയറം എഴുതാൻ പറ്റില്ല. അപ്പൊ ഇനി ഇവിടെ രണ്ടിടത്തും ഇല്ലാത്ത എലമെന്റ്സ് ഉണ്ടാവും, ഒരു പക്ഷേ ഉണ്ടായേക്കാം, നിർബന്ധമായിട്ടും ഇല്ലെങ്കിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ. അപ്പൊ ആ പോസിബിലിറ്റി കൂടി എടുത്തു, C1 C2 എക്സെട്ര. അപ്പൊ ഇവിടെ 4 ഫിക്സഡ് ആണ്. ആക്ച്വലി ഇവിടെ 4 ഫിക്സഡ് ആണ്, ഇവിടെയും 4 ഫിക്സഡ് ആണ്. അപ്പൊ ഫിക്സഡ് എലമെന്റ്സിനെയൊക്കെ C1 C2 C3 എക്സെട്ര CK എന്ന് എടുത്തു. അപ്പോ ഇവിടെ ഞാനിപ്പോ ഈ ഇവിടത്തെ എലമെന്റ്സും മാത്രം എടുത്താൽ എനിക്ക് 1ഉം 2ഉം 3ഉം 5ഉം മാത്രമേ കിട്ടുള്ളൂ. എസ്സിലെ മൊത്തം എലമെന്റ്സ് കിട്ടില്ല, 4 കിട്ടില്ല. 4 ഇവിടെ ഫിക്സഡ് ആയതുകൊണ്ട് 4 എനിക്ക് കിട്ടിയില്ല. 4 അതുകൊണ്ടാണ് 4നെ ഇവിടെ വർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ തിയറത്തിൽ എന്ത് ചെയ്തത്? C1 C2 C3 എക്സെട്ര CK ഉള്ള ഫിക്സഡ് എലമെന്റ്സിനെ കൂടെ എടുത്തത്. അപ്പൊ ആൽഫയും ബീറ്റയും ഈ സെറ്റിന്റെ പെർമ്യൂട്ടേഷൻസ് ആണ്. ഈ എസ് എന്ന സെറ്റിന്റെ രണ്ട് പെർമ്യൂട്ടേഷൻസ് ആണ് ആൽഫയും ബീറ്റയും അല്ലെ. ആണെങ്കിൽ where Ci's are the members of S left fixed by both alpha and beta. Both ആൽഫയിലും ബീറ്റയിലും ഫിക്സഡ് ആയിട്ടുള്ള എലമെന്റ്സുകളാണ് CI. വേണമെങ്കിൽ സികൾ ഉണ്ടാവാതിരിക്കാം. ഇപ്പൊ ആൽഫ ഇസ് ഈക്വൽ ടു S5ലെ 1 2 3, ബീറ്റ ഇസ് ഈക്വൽ ടു 4 5 എടുത്താലും അവിടെ C1 C2 എന്ന എലമെന്റ് ഉണ്ടാവണമെന്നില്ല S5ലെ എലമെന്റ്സ് ആണെങ്കിൽ. പക്ഷെ എല്ലാം അങ്ങനെ വരണമെന്നില്ല. ഇങ്ങനെ ഇല്ലാത്ത കേസുകൾ നമ്മൾ കണ്ടല്ലോ. അതുകൊണ്ട് C1 C2 എസ്സിലെ എലമെന്റ്സുകളിൽ ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ M മാത്രമല്ല, ബീറ്റ 1 ബീറ്റ 2 എക്സെട്ര ബീറ്റ എന്നും കൂടി മാത്രമല്ല, ഫിക്സഡ് എലമെന്റ്സ് ആയിട്ടുള്ള C1 C2 എക്സെട്ര CKയും വേണം. നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ടു പ്രൂവ് ആൽഫ ബീറ്റ ഇസ് ഈക്വൽ ടു ബീറ്റ ആൽഫയിൽ വേണ്ടേ? ആൽഫ ബീറ്റ ഇസ് ഈക്വൽ ടു ബീറ്റ ആൽഫ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ആൽഫ ബീറ്റ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ബീറ്റ ആൽഫ ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ഇൻ എസ് ആണ്.
അല്ലേ? ആൽഫ ബീറ്റ എക്സ് ഇസ് ഈക്വൽ ടു ബീറ്റ ആൽഫ എക്സ് ഇസ് ഈക്വൽ ടു ഫോർ ഓൾ എക്സ് ഇൻ എസ് വേണം. ആൽഫ ബീറ്റ ഇസ് ഈക്വൽ ടു ബീറ്റ ആൽഫ എന്ന് പ്രൂവ് ചെയ്യാൻ ആൽഫ ബീറ്റ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ബീറ്റ ആൽഫ ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ഇൻ എസ് എന്ന് പ്രൂവ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ അത് പ്രൂവ് ചെയ്യാൻ അപ്പോ ലെറ്റ് എക്സ് എലമെന്റ് ഓഫ് എസ്. അപ്പോ എസിലെ ഒരു എലമെന്റ് എടുക്കുന്നു എക്സ്. ഞാൻ അവിടെ എക്സ് ഒന്നുകിൽ എന്താവാം, അവിടെ 3 കേസുകളുണ്ട്. ഒന്നുകിൽ എ ഐകളാവാം, അല്ലെങ്കിൽ ബി ജെകളാവാം, അല്ലെങ്കിൽ സി കെകളാവാം, അല്ലെങ്കിൽ എസുകളാവാം, ബീസുകളാവാം, സീസുകളാവാം, അല്ലെ? അപ്പോൾ എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല ജനറൽ ആയതുകൊണ്ട്. ഇപ്പൊ 3 കേസായിട്ട് എടുക്കും. ഒന്ന് കേസ് 1, when if x is one of the A elements, is one of the one of the elements AI, one of the elements AI, അങ്ങനെയുള്ള one of the elements AI കളിൽ ഏതോ ഒരാളാണ് x. then alpha beta of AI, alpha beta of x എന്ന് വെച്ചാൽ ഇവിടെ alpha beta of AI is equal to alpha of beta AI. എടോ എന്താ ബീറ്റ എ ഐ? ബീറ്റയിൽ എ ഐന്റെ ഇമേജ് എന്താ? ശ്രദ്ധിച്ചു കാണും. ബീറ്റയിൽ ആരില്ല? എ ഐകളില്ല. അപ്പൊ ബീറ്റയിൽ എഴുതുമ്പോ എ ഐകളെല്ലാം ഫിക്സഡ് ആയിരിക്കും. അപ്പൊ എ ഐന്റെ ഇമേജ് എന്തായിരിക്കും? എ ഐ തന്നെ ആയിരിക്കും. ആൽഫ ഇൻറ്റു ആൽഫ ഓഫ് ബീറ്റ ഓഫ് എ ഐ എന്ന് ഉദ്ദേശിക്കുന്ന എ ഐ തന്നെ ആയിരിക്കും. ശരിയാണോ? ഇനി ആൽഫ ഓഫ് എ ഐ അറിയാം. എന്താ ആൽഫ ഓഫ് എ ഐ? അത് എ ഐ പ്ലസ് 1 ആണ്. ആൽഫ ഓഫ് A1 A2 അങ്ങനെയല്ലേ പോണേ? സൈക്കിളിന്റെ ഡെഫിനിഷൻ തന്നെ അങ്ങനെയല്ലേ? ഇവിടെ ആൽഫ ഓഫ് A1 A2, ആൽഫ ഓഫ് A2 A3, ആൽഫ ഓഫ് A3 A4, ആൽഫ ഓഫ് A4 A5 അങ്ങനെ പോവാം. ശരിയല്ലേ? ആൽഫ ബീറ്റ ഓഫ് AI is equal to AI plus 1. അപ്പോ ഇനി തിരിച്ച് ബീറ്റ ആൽഫ ഓഫ് എക്സ് ആരാ? ബീറ്റ ആൽഫ ഓഫ് എക്സ് എന്ന് വെച്ചാൽ നമ്മളോട് എ ഐ എടുത്തിരിക്കുന്നത് അല്ലേ? ഇത് എ ഐ എടുത്തിരിക്കുന്നത്. അപ്പൊ ആൽഫ ഓഫ് ആൽഫയിലല്ലോ ആദ്യം ആര് വക്കാവും? ആൽഫയിൽ വക്കാവുള്ളൂ. ബീറ്റ പുറത്താണ്. ആൽഫ ഓഫ് എ ഐ. എ ഐയിലെ ആൽഫന്റെ ഇമേജ് എന്താ? ആൽഫയിൽ എ ഐന്റെ ഇമേജ് എ ഐ പ്ലസ് 1 ആണ്. അപ്പോ ബീറ്റ ഓഫ് എ ഐ പ്ലസ് 1 ആരാ? ബീറ്റയിൽ എ ഐ ഫിക്സഡ് ആണ്. അത് എ ഐ പ്ലസ് 1 തന്നെ വരും. അപ്പോ എ ഐയിലെ എലമെന്റ് ആണെങ്കിൽ ഇങ്ങനെ വരും. ശരിയല്ലേ? എ ഐയിലെ എലമെന്റ് ആണെങ്കിൽ ഇങ്ങനെ വരും. ദാറ്റ് ഈസ് വേണമെങ്കിൽ ഇതിനങ്ങ് മാച്ച് കളയാം. അതിപ്പം കൺഫ്യൂഷൻ ഉണ്ടാകുന്നില്ല. ദാറ്റ് ഈസ് ആൽഫ ബീറ്റ ഇസ് ഈക്വൽ ടു ബീറ്റ
ബീറ്റ ആൽഫ എവിടെ ഈ കേസിൽ എന്റെ കേസിൽ അടുത്ത കേസ് 2 if x is one of the elements bi, if x is one of the elements bi, one of the element bi, then എന്താണ് ആൽഫ ബീറ്റ ഓഫ് എക്സിന് പകരം നമ്മൾ എന്ത് കൊടുത്തു ബി ഐ കൊടുത്തു ആൽഫ ബീറ്റ ഓഫ് ബി ഐ ആൽഫ ഓഫ് ശരിയല്ലേ then alpha beta of bi ആദ്യം ബി ഐ ആൽഫയുടെ അടുത്ത് ബീറ്റയുടെ അടുത്ത് പോകും അല്ലെ ആൽഫ ഓഫ് ബീറ്റ ബി ഐ എന്താണല്ലോ ബീറ്റ ബി ഐ അത് ബി ഐ പ്ലസ് 1 ആണ് ശരിയല്ലേ ബീറ്റയിൽ ബി വണ്ണിന്റെ ഇമേജ് എന്താണ് ബീറ്റയിൽ ബി വണ്ണിന്റെ ഇമേജ് എന്താ ബി വണ്ണിന്റെ ഇമേജ് ബി ടു ആണ് ബി ടുവിന്റെ ഇമേജ് ബി ത്രീ ആണ് ബി ത്രീന്റെ ഇമേജ് ബി ഫോർ ആണ് അപ്പൊ ബി ഐന്റെ ഇമേജ് ബി ഐ പ്ലസ് 1 ആണ് ഇനി ആൽഫ ഓഫ് ബി ഐ പ്ലസ് 1 അല്ലെ ഇനി ആൽഫയിൽ ബി ഐ എല്ലാം ഫിക്സഡ് അല്ലേ അപ്പൊ ആൽഫ ഓഫ് ബി ഐ പ്ലസ് 1 എന്ത് വരും ബി ഐ പ്ലസ് 1 വരും അടുത്ത് ബീറ്റ ആൽഫ ഓഫ് ബി ഐ അതെന്താ ബീറ്റ ഓഫ് ആൽഫ ബി ഐ ആൽഫയിൽ ബി ഐ എല്ലാം ഫിക്സഡ് അല്ലേ അപ്പൊ ബീറ്റ ഓഫ് ബി ഐ വരും ബീറ്റ ഓഫ് ബി ഐ എന്താ ബി ഐ പ്ലസ് 1 വരും അപ്പൊ ഇവിടെയും ഈക്വൽ ആയല്ലോ ഈ കേസിലും ഈ സെയിം ആയില്ലേ ബി ഐന്റെ ഇമേജ് ബി ഐ പ്ലസ് 1 ആൽഫ ബീറ്റയിൽ ബി ഐന്റെ ഇമേജ് ആൽഫ ബീറ്റയിൽ ബി ഐന്റെ ഇമേജും ബീറ്റ ആൽഫയിൽ ബി ഐന്റെ ഇമേജും സെയിം ആയില്ലേ അടുത്ത കേസ് 3 if x is one of the elements ci, x is one of the elements ci, then alpha beta of ci എന്തോടെ ആൽഫ ഓഫ് ബീറ്റ സി ഐ അല്ലേ ശ്രദ്ധിച്ചോ സി ഐ എന്ന് വെച്ചാൽ ബീറ്റയിൽ ഫിക്സഡ് ആണ് അപ്പൊ ആൽഫ ഓഫ് സി ഐന്റെ ഇമേജ് സി ഐ ആയിരിക്കും സി ഐ എന്ന് വെച്ചാൽ ആൽഫയിലും ഫിക്സഡ് ആണ് അപ്പൊ സി ഐന്റെ ഇമേജ് സി ഐ ആയിരിക്കും ബീറ്റ ആൽഫ ഓഫ് സി ഐ എന്താ അത് ആൽഫ ഓഫ് ബീറ്റ ആൽഫ ഓഫ് സി ഐ എന്താ അല്ലേ എക്സ് ഈസ് വൺ ഓഫ് ദ എലമെന്റ് സി ഐ ദെൻ alpha beta of ci എന്താ ആൽഫ ഓഫ് ബീറ്റ സി ഐ ആൽഫ ഓഫ് ബീറ്റ സി ഐ എന്താണ് സി ഐ ഫിക്സഡ് ആണ് ബീറ്റയിൽ അപ്പോ സി ഐ വരും ആൽഫയിലും സി ഐ ഫിക്സഡ് ആണ് അപ്പൊ സി ഐ വരും ബീറ്റ ആൽഫ ഓഫ് സി ഐ അതെന്താ ബീറ്റ ഓഫ് ആൽഫ സി ഐ ബീറ്റ ഓഫ് ആൽഫ സി ഐ എന്ത് തന്നെയാണ് സി ഐ തന്നെയാണ് ഫിക്സഡ് തന്നെയാണ് അല്ലെ ബീറ്റ ഓഫ് സി ഐയും സി ഐ തന്നെയാണ് കാരണം ബീറ്റയിലും ആൽഫയിലും ഒക്കെ സി ഐ ഫിക്സഡ് ആണ് ഫിക്സഡ് ആയിട്ടുള്ള എലമെന്റ്സ് അല്ലേ C1 C2 C3 നമ്മൾ വിളിച്ചത് ദാറ്റ് ഈസ് ഇവിടെ വേണമെങ്കിൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ ബി എ എം വരുമ്പോ ഇവിടെ ഐന്റെ പ്ലേസിൽ എം വന്നാലേ അത് A1 ആവും അങ്ങനെയാണുള്ള സൈക്കിൾ ഡെഫിനിഷൻ അല്ലേ അത് നമ്മൾ വേണമെങ്കിൽ അവിടെ നോട്ട് ചെയ്തോളാം നോട്ട് ദാറ്റ് AI plus 1 AI plus 1 is equal to A1 if I is equal to M ആണ് AI plus 1 is equal to A1 if I is equal to 1 ആണ് അതുപോലെ ഇവിടെയും നോട്ട് ചെയ്യുക സൈഡിലായിട്ട് നോട്ട് ചെയ്താൽ നോട്ട് ദാറ്റ്
bi plus 1 is equal to bi plus 1 is equal to b1 if I is equal to n ആണ്. അതവിടെ നോട്ട് ചെയ്യണം. അപ്പൊ നോക്കിയേ, നമുക്കിവിടെ എന്ത് കിട്ടി? 3 കേസുകളിലുമായിട്ട് എനിക്ക് എന്ത് കിട്ടി? ദാറ്റ് ഈസ് the above three cases alpha beta of x is equal to beta alpha of x for all x belongs to S. Hence alpha beta is equal to beta alpha.